Hello, good morning. Welcome to Learn. നമ്മൾ ഈ ഒരു വീഡിയോയിൽ മൊഡ്യൂൾ 3 മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് എന്നുള്ള ഒരു മൊഡ്യൂളിന്റെ ഒരു ക്വിക്ക് റിവിഷൻ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ എന്തൊക്കെ ടോപ്പിക്കുകളാണ് കവർ ചെയ്തിരിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ഇതിൽ നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ടുള്ള ടോപ്പിക് വൈസ് വീഡിയോസും അതിന്റെ MCQസും എല്ലാം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ വർക്കിങ്ങോ അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് അതിൽ വരുന്ന പാർട്സുകൾ എന്തൊക്കെയാണ്, വർക്കിംഗ് എന്തൊക്കെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ജസ്റ്റ് ആ ഒരു ബ്ലോക്ക് ഡയഗ്രാംസോ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന പോയിന്റുകൾ എന്താണെന്ന് മാത്രമേ നമ്മൾ ഇങ്ങനെ ഈ ഒരു റിവിഷൻ വീഡിയോയിൽ പറയുന്നുള്ളൂ. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓൾറെഡി എല്ലാം തന്നെ 10 മൊഡ്യൂളിന്റെ എല്ലാം കംപ്ലീറ്റഡ് ആണ് നമ്മൾക്ക്. അപ്പോൾ ഇതൊരു റിവിഷൻ എന്ന് പറഞ്ഞാൽ എക്സാമിന് പ്രീവിയസ് ആയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇതിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആണ് അല്ലെ. മെയിൻ ആയിട്ട് നമുക്ക് ഇതിനെ രണ്ടായിട്ടാണ് ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ്സും സെക്കൻഡ് എന്ന് പറയുന്നത് സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സും ആണ്. അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ്സിൽ വരുന്നതാണ് ടാൻജന്റ്, ഗാൽവനോമീറ്റർ വരുന്നുണ്ട്, റിയലൈ കറന്റ് ബാലൻസ്, ഇതൊക്കെയാണ് നമുക്ക് വരുന്ന അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ്സിൽ വരുന്നത്. സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സിൽ വരുന്നതാണ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ്. എന്തൊക്കെയാണ്? അമ്മീറ്റർ, വോൾട്ട് മീറ്റർ, വാട്ട് മീറ്റർ, ഇതൊക്കെയാണ് നമുക്ക് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. അടുത്തത് ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ് വരുന്നുണ്ട്. അതായത് എനർജി മീറ്റർ, ഏജ് മീറ്റർ, ഇതൊക്കെയാണ് നമുക്ക് വരുന്ന ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ്സ് വരുന്നതാണ് ECG മെഷീൻ, ഗാൽവനോമീറ്റർ, റെക്കോർഡർ, ഇതൊക്കെ നമുക്ക് വരുന്നത് റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഇന്റഗ്രേറ്റിംഗ്, റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വരുന്നത് സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സിന്റെ അണ്ടറിൽ വരുന്ന ടോപ്പിക്കുകളാണ്. ഓക്കെ, ഇനി ഇതിൽ വരുന്ന റിലേറ്റഡ് ആയിട്ട് വരുന്ന ടോർക്കുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് നോക്കിയിട്ടുണ്ട്, കൺട്രോളിംഗ് ടോർക്ക് എന്താന്ന് നോക്കിയിട്ടുണ്ട്, ഡാമ്പിംഗ് ടോർക്ക് എന്താന്ന് നോക്കിയിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്താണ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു റിക്വയർഡ് amount ഓഫ് ഫോഴ്സ് അല്ലെ, ആ ഒരു പോയിന്ററിനെ അതിന്റെ സീറോ പൊസിഷനിൽ നിന്നും മൂവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു റിക്വയർഡ് ആയിട്ട് വേണ്ടിയിരുന്ന ഒരു amount ഓഫ് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ടോർക്കാണ് അതിന് അല്ലെ. അപ്പൊ ആ ഇൻസ്ട്രുമെന്റ് നമ്മൾ സപ്ലൈയിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ആ സീറോ പൊസിഷനിൽ നിന്നും മൂവ് ചെയ്യാനായിട്ടുള്ള ഒരു ടോർക്ക്, അതിനെയാണ് നമ്മൾ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറയുന്നത്. കൺട്രോളിംഗ് ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു പോയിന്ററിന്റെ കൺട്രോൾ, മൂവ്മെന്റിനെ കൺട്രോൾ ചെയ്യുന്നതിന് ആവശ്യമായിട്ട് അല്ലെ, ആ ഒരു ഡിഫ്ലക്ഷൻ പോയിന്ററിന്റെ ആ ഒരു പോയിന്ററിന്റെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും സെയിം അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് മെഷർ ചെയ്യുന്നത് എന്നുള്ളതിനെ ഒരു മാഗ്നിറ്റ്യൂഡ് ഒന്ന് എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൺട്രോളിംഗ് പാരാമീറ്റർ അല്ലെങ്കിൽ ഒരു കൺട്രോളിംഗ് ടോർക്ക് ആണ് ഇതെന്ന്. ഓക്കെ, അപ്പൊ ഈ കൺട്രോളിംഗ് ടോർക്ക് മെയിൻ ആയിട്ട് നമുക്ക് ഏതെങ്കിലും രണ്ട് മെത്തേഡിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒന്ന് ഗ്രാവിറ്റി കൺട്രോൾ അല്ലെങ്കിൽ ഒരു സ്പ്രിംഗ് കൺട്രോൾ മെത്തേഡിലാണ് നമ്മൾ കൺട്രോളിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അവർ തമ്മിലുള്ള ഒരു കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ ഗ്രാവിറ്റി കൺട്രോൾ എന്ന് പറയുന്നത് ഒരു അഡ്ജസ്റ്റബിൾ സ്മോൾ വെയിറ്റ് ആയിരിക്കും നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു കൺട്രോളിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു അഡ്ജസ്റ്റബിൾ സ്മോൾ വെയിറ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ രണ്ട് ഹെയർ സ്പ്രിങ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു കൺട്രോളിംഗ് ടോർക്ക് അവിടെ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ടോർക്ക് നമുക്ക് വേരി ചെയ്യാൻ പറ്റും, പക്ഷേ ഈ ഒരു സ്പ്രിംഗ് ടോർക്ക് എന്ന് പറയുന്നത് ഒരു ഫിക്സ്ഡ് വാല്യൂ ആണ്. ഈ പെർഫോമൻസ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് അല്ല, നോട്ട് ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ്. പക്ഷേ ഇവിടെ ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ് ഈ സ്പ്രിംഗ് കൺട്രോൾ എന്ന് പറയുന്നത്. ഇതിന്റെ സ്കെയിൽ എന്ന് പറയുന്നത് നോൺ യൂണിഫോം ആണ്, പക്ഷെ യൂണിഫോം സ്കെയിലാണ് നമുക്ക് സ്പ്രിംഗ് കൺട്രോളിൽ വരുന്നത്. ഇവിടുത്തെ സൈൻ തീറ്റയ്ക്ക് നമുക്ക് ഈ കൺട്രോളിംഗ് ടോർക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. ഈ പറയുന്ന കൺട്രോളിംഗ് ടോർക്ക് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു തീറ്റയ്ക്കാണ്. സൈൻ തീറ്റയ്ക്ക് ഇവിടെ നമുക്ക് തീറ്റയ്ക്കാണ് വരുന്നത്. ഈ റീഡിങ്സ് നമുക്ക് അക്യുറേറ്റ് ആയിട്ട് വരണമെന്നില്ല, പക്ഷെ നമുക്ക് ടേക്ക് അക്യുറേറ്റ് റീഡിങ്സ് സ്പ്രിംഗ് കൺട്രോളിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു വെർട്ടിക്കൽ പൊസിഷൻ മാത്രമേ നമുക്ക് ഗ്രാവിറ്റി കൺട്രോൾ യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇവിടെ നമുക്ക് വെർട്ടിക്കൽ പൊസിഷൻ ആവണമെന്ന് നമുക്ക് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, പിന്നെ ഇത് വളരെ സിമ്പിൾ ആൻഡ് ചീപ്പ് ആണ്. പക്ഷെ ഇവിടെ നമുക്ക് റിജിഡ് കോസ്റ്റ്ലിയർ ആണ്. ഗ്രാവിറ്റി കൺട്രോളിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് കോസ്റ്റ്ലിയർ ആണ്. അപ്പൊ ഇതൊക്കെയാണ് മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഗ്രാവിറ്റി കൺട്രോളും സ്പ്രിംഗ് കൺട്രോളും എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് നമുക്ക് വരുന്നത് ഒരു ഡാമ്പിംഗ് ടോർക്ക് ആണ് അല്ലെ. അപ്പൊ ഡാമ്പിംഗ് ടോർക്ക് നമുക്ക് മെയിൻ ആയിട്ട് ഏതൊക്കെയാണ് വരുന്നത് നോക്കൂ. എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് വരുന്നത്, അത് യൂസ് ചെയ്യുന്നത് എവിടെയൊക്കെയാണ്? മൂവിംഗ് അയൺ, അതുപോലെ തന്നെ ഇലക്ട്രോ ഡൈനാമീറ്റർ, ഇതിലൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തത് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ വരുന്നുണ്ട്. അതെന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് വോൾട്ട് മീറ്റർ, ESV, അതുപോലെ തന്നെ ഇൻഡക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സിലൊക്കെയാണ് ഈ പറയുന്ന ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ് യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് എഡ്ഡി കറന്റ് ഡാമ്പിംഗ് വരുന്നുണ്ട്. അത് നമ്മുടെ ആ ഒരു PMMC മീറ്ററിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഡക്ഷൻ ടൈപ്പ്, അതായത് ആ ഒരു പെർമനന്റ് മാഗ്നറ്റ് യൂസ് ചെയ്യുന്ന ടൈപ്പിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഡാമ്പിംഗ് ആണ്. അത് ഫ്ലക്സ് മീറ്ററിലാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഡാമ്പിംഗ് ടോർക്കിൽ വരുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടോർക്സുകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് PMMC എന്ന് നോക്കാം. നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് വർക്കിംഗ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ ഒരു പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ് ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇതെന്ന് പറയുന്നത് എന്തിനാണ്? നമുക്ക് ആ ഒരു DC ക്വാണ്ടിറ്റീസിനെ മാത്രം മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ. DC ക്വാണ്ടിറ്റി മെഷർമെന്റ്സിന് മാത്രമായിട്ടുള്ളതാണ് PMMC എന്ന് പറയുന്നത്. ഇതിന്റെ പ്രിൻസിപ്പിൾ എന്താന്ന് പറഞ്ഞാൽ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഒരു കറന്റ് ക്യാരിയിങ് കോയിൽ നമ്മൾ എവിടെയെങ്കിലും ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അതിലൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുകയും ഒരു ടോർക്ക് ആക്ട് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് എന്ത്
ചെയ്യാൻ പറ്റും, അതിനെ മൂവ് ചെയ്യിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു മോഷന്റെ ഡയറക്ഷൻ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാനായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത് ഇതിന്റെ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പെർമനന്റ് മാഗ്നറ്റ് PMMC മീറ്റർ നമുക്ക് ഓൾസോ ഡി ആർസോൺവെൽസ് ഗാർവലോമീറ്റർ എന്നുള്ള ഒരു പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഇതാണ് അതിന്റെ ഒരു സ്ട്രക്ചറൽ എന്ന് പറയുന്നത്. ഇതിന്റെ വർക്കിംഗ് ഒന്നും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി ഇതിന്റെ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ടോർക്ക് ഇക്വേഷൻ ആണ്. TD is equal to NBLDI വരുന്നുണ്ട്. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് ആണ് വരുന്നത്. B എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ഫ്ലക്സ്, ആ ഒരു എയർ ഗ്യാപ്പിൽ വരുന്ന ഫ്ലക്സിന്റെ ഡെൻസിറ്റി, ഫ്ലക്സ് ഡെൻസിറ്റി ആണ് നമുക്ക് വരുന്നത്. L ഉം D എന്ന് പറയുന്നത് എന്താണ്? വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ലെങ്ത്, അതായത് D ഡയമെൻഷൻ ഡയമീറ്റർ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. വെർട്ടിക്കൽ ആസ് വെൽ ആസ് ഹൊറിസോണ്ടൽ ലെങ്ത് ആണ് നമുക്ക് വരുന്നത്. I എന്ന് പറയുന്നത് എന്താണ്? അതിലൂടെ ആ ഒരു കോയിലിലൂടെ ഫ്ലോ ആവുന്ന കറന്റിനെയാണ് നമ്മൾ I എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് ഇതിൽ വരുന്ന ഈ ഒരു PMMC മീറ്ററിൽ വരുന്ന ഒരു ടോർക്ക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ അഡ്വാൻറ്റേജ് ഒക്കെ നോക്കുമ്പോൾ ഈ ഒരു സ്കെയിൽ ഇൻ ദ ഇൻസ്ട്രുമെന്റ് നമുക്ക് പ്രോപ്പർ ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു സ്കെയിലിൽ വരുന്നത് ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ലോസസുകളൊന്നും, ഹിസ്റ്ററിസിസ് ലോസുകളൊന്നും വരുന്നില്ല. ലെസ് പവർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്ട്രേ മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഇതിൽ പ്രത്യേകിച്ച് എഫക്റ്റുകൾ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസസ് ഒന്നും വരുന്നില്ല. ഹൈ അക്യുറസി പറ്റുന്നുണ്ട്. ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്താണ്? നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു DC മെഷർമെന്റ്സിന് വേണ്ടിയിട്ടാണ് അല്ലെ. അതുപോലെ തന്നെ എക്സ്പെൻസീവ് ആണ്. വേറെ ആൾട്ടർനേറ്റീവ് ഇൻസ്ട്രുമെന്റ്സുകളൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ PMMC മീറ്റർ എന്ന് പറയുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. അതുപോലെ തന്നെ എറർ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഇവിടെ ഒരു മാഗ്നറ്റിസം ലോസ് വരുന്നുണ്ട്. പെർമനന്റ് മാഗ്നറ്റിൽ നമുക്കൊരു മാഗ്നറ്റിക്സ് ലോസും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചില എററുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ചാൻസസ് ഉണ്ട്. ഓക്കെ, അടുത്തതാണ് മൂവിംഗ് അയേൺ ഓർ MI ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് ആ ഒരു കറന്റിന്റെ ഫ്ലോ അല്ലെങ്കിൽ വോൾട്ടേജ്, ഓക്കെ, അതിനെ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മൂവിംഗ് അയേൺ അല്ലെങ്കിൽ MI ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് ഇതിന്റെ ബോത്ത് AC DC മെഷർമെന്റ് നടത്താനായിട്ട് പറ്റും. ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് ഒരു ഇലക്ട്രോ മാഗ്നറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നോൺ യൂണിഫോം സ്കെയിൽ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് നമുക്ക് രണ്ട് ടൈപ്പ് വരുന്നുണ്ട്. ഒന്ന് അട്രാക്ഷൻ ടൈപ്പും വരുന്നുണ്ട്, റിപ്പൽഷൻ ടൈപ്പും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു അട്രാക്ഷൻ ടൈപ്പിൽ എങ്ങനെയായിരിക്കും? അയൺ പ്ലേറ്റ് ആ ഒരു വീക്കർ ഫീൽഡിൽ നിന്നും സ്ട്രോങ്ങർ ഫീൽഡിലേക്ക് ഒരു അട്രാക്ഷൻ വരികയാണ് ചെയ്യുന്നത് അല്ലെ. ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് നമുക്ക് അവിടെ വരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ അട്രാക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ റിപ്പൽഷൻ ടൈപ്പ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? രണ്ട് വേവ്സ് അല്ലെങ്കിൽ രണ്ട് അയൺ പ്ലേറ്റ്സുകളാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഒരെണ്ണം ഫിക്സഡ് ആയിരിക്കും, മറ്റേതെന്ന് പറയുന്നത് രണ്ട് പ്ലേറ്റിൽ ഒരെണ്ണം ഫിക്സഡ്, മറ്റേത് മൂവബിളും ആയിരിക്കും. അപ്പൊ ഈ ഒരു വെയിൻ മാഗ്നറ്റൈസ്ഡ് ആകുമ്പോൾ കറന്റ് പാസ് ഈസി ആയിട്ട് അത് കൂടെ പോവുകയും സ്റ്റേഷനറി കോയിലൂടെ പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ നമുക്ക് അവർ ആ രണ്ട് പ്ലേറ്റുകൾക്ക് ബിറ്റ്വീൻ ആയിട്ട് വരികയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ റിപ്പൽഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ് എന്നും കൂടി പറയുന്നത്. ഇനി ഇതിന്റെ അഡ്വാൻറ്റേജുകൾ നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ബോത്ത് AC ആൻഡ് DC നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. വളരെ ലെസ് ഫ്രിക്ഷൻ എറർ ആണ് വരുന്നത്. കാരണം ഹൈ ടോർക്ക് വെയിറ്റ് റേഷ്യോ ഉള്ളതുകൊണ്ട് നമുക്ക് ലെസ് ഫ്രിക്ഷണൽ എറർ ആണ് വരുന്നത്. നമുക്ക് ലെസ് കോസ്റ്റ്, കാരണം നമ്മൾ ഓൾറെഡി PMMC ഹൈ കോസ്റ്റ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊരു വളരെ ചീപ്പ് കോസ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. സിമ്പിൾ കൺസ്ട്രക്ഷൻ ആണ്. അതുപോലെ തന്നെ ഒരു ഓവർലോഡ്, ഒരു പർട്ടിക്കുലർ മൊമെന്റ് നമുക്ക് ഒരു ഓവർലോഡ് നമുക്ക് റെസിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് നമുക്ക് പറയാം. ഫസ്റ്റ് തന്നെ എന്താണ്? സ്കെയിൽ എന്ന് പറയുന്നത് യൂണിഫോം അല്ല. പവർ യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ലോ റേഞ്ച് ഓഫ് വോൾട്ടേജ് ആണെങ്കിൽ പോലും ഹൈ പവർ യൂസേജ് ആണ് നമുക്കിവിടെ വരുന്നത്. ഇതിലുണ്ടാകുന്ന എറേഴ്സ് നമുക്ക് ഒക്കർ ആകുന്നതിന് കാരണമാകുന്നുണ്ട്. കാരണം അയൺ ആൻഡ് സ്ട്രേ മാഗ്നറ്റിക് ഫീൽഡ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എററുകൾ വരുന്നതിനും ചാൻസസ് വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് MI ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ച് നമുക്ക് നോക്കിയിട്ടുള്ളത്. ഇനി ഡൈനാമോ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ് വരുന്നുണ്ട്. ഡൈനാമോ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത് ആ ഒരു മ്യൂച്വൽ ചേഞ്ചിങ് ഇൻ ദ മ്യൂച്വൽ ഇൻഡക്ടൻസിന്റെ ആ ഒരു പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഇത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ AC അതുപോലെ തന്നെ DC ക്വാണ്ടിറ്റിയിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് രണ്ട് കോയിൽസ് ആണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഒന്ന് ഫിക്സഡ് ആൻഡ് മൂവിംഗ് കോയിൽ. രണ്ട് കോയിലുകളാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. നോക്കൂ, മൂവിംഗ് കോയിലും വരുന്നുണ്ട്, ഫിക്സഡ് കോയിലും വരുന്നുണ്ട്. രണ്ട് കോയിലുകളാണ് നമ്മൾ ഈ ഒരു ഡൈനാമോ മീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ വരുന്ന ഒരു ഡിഫ്ലക്റ്റിംഗ് ടോർക്കിന്റെ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് TD which directly proportional to VI ആണ്. V എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ആണ് നമ്മൾ കൊടുക്കുന്നത്. I എന്ന് പറയുന്നത് ഇതിലൂടെ ഉണ്ടാകുന്ന വാട്ട് മീറ്ററിലൂടെ ഉണ്ടാകുന്ന കറന്റ് ആണ്. അപ്പൊ ഈ ഒരു ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറയുന്നത് അതിലുണ്ടാകുന്ന ആ ഒരു ലോഡിൽ ഡെലിവർ ആവുന്ന പവറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, അതാണ് ഈ പറയുന്ന ഡൈനാമോമീറ്റർ പവർ മെഷർമെന്റിൽ വരുന്ന ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഇനി എന്താണ് അമ്മീറ്റർ, എന്താണ് വോൾട്ട് മീറ്റർ? ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. അമ്മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ആ ഒരു സർക്യൂട്ടിലൂടെ ഉണ്ടാകുന്ന ഇലക്ട്രിക്കൽ സർക്യൂട്ടിലൂടെ ഉണ്ടാകുന്ന കറന്റ് ഫ്ലോ എന്താണെന്നുള്ളത് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് അമ്മീറ്റർ എന്ന് പറയുന്നത്. ഒരു സർക്യൂട്ടിൽ അമ്മീറ്റർ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത് അല്ലെ.
ഓക്കെ, വോൾട്ട്മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ഡിവൈസിൽ ഒരു പർട്ടിക്കുലർ ഡിവൈസിന്റെ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സർക്യൂട്ടിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് വോൾട്ട്മീറ്റർ എന്ന് പറയുന്നത്. വോൾട്ട്മീറ്റർ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു സർക്യൂട്ടിൽ എപ്പോഴും ഏതിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അതിന് പാരലൽ ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അതാണ് അമ്മീറ്ററും വോൾട്ട്മീറ്ററും തമ്മിൽ ഉണ്ടാകുന്ന ഒരു മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെ ടൈപ്സ് അമ്മീറ്ററും വോൾട്ട്മീറ്ററും ഉണ്ടെന്ന് നോക്കാം. മൂവിംഗ് അയൺ ടൈപ്പിൽ നമുക്ക് ബോത്ത് AC ആൻഡ് DC ആണ്. അതിൽ അട്രാക്ഷൻ ടൈപ്പ് വരുന്നുണ്ട്, റിപ്പൽഷൻ ടൈപ്പ് വരുന്നുണ്ട്. മൂവിംഗ് കോയിൽ വരുന്നത് എന്താണ്? പെർമനന്റ് മാഗ്നറ്റ് ടൈപ്പ് വരുന്നുണ്ട്. അതെന്ന് പറയുന്നത് DC-ക്ക് മാത്രമാണ്. ഇലക്ട്രോ ഡൈനാമോമീറ്റർ അല്ലെങ്കിൽ ഡൈനാമോമീറ്റർ ടൈപ്പ് എന്ന് പറയുന്നത് AC-ക്കും DC-ക്കും പറ്റുന്നുണ്ട്. പിന്നെ ഒരു ഹോട്ട് വയർ ടൈപ്പ്, അതായത് ബോത്ത് AC ആൻഡ് DC-ക്ക് പറ്റും. ഇൻഡക്ഷൻ ടൈപ്പ് എന്ന് പറയുമ്പോൾ AC മാത്രമാണ്. അതായത് അതിൽ വരുന്നതാണ് സ്പ്ലിറ്റ് ഫേസ് വരുന്നത്, ഷെയ്ഡഡ് പോൾ ടൈപ്പ് വരുന്നുണ്ട്. ദെൻ ലാസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ടൈപ്പ് ആണ്. അതായത് വോൾട്ട്മീറ്റേഴ്സിൽ മാത്രമാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ടൈപ്പ് എന്ന് പറയുന്നത്. അത് AC-യും DC-യും നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു ക്ലാസിഫിക്കേഷൻസ് ഓഫ് അമ്മീറ്റേഴ്സ് ആൻഡ് വോൾട്ട്മീറ്റർ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു അമ്മീറ്ററിന്റെ റേഞ്ച് എക്സ്റ്റൻഷൻ ചെയ്യാൻ പറ്റും അല്ലെ? അതിനെന്ത് ചെയ്യണം? നമുക്ക് ആ ഒരു അമ്മീറ്ററിന്റെ റേഞ്ച് എക്സ്റ്റൻഷൻ ചെയ്യുന്നതിനായിട്ട് ഒരു സ്മോൾ ഷണ്ട് റെസിസ്റ്റൻസ് നമ്മൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആ അമ്മീറ്ററിന് പാരലൽ ആയിട്ട് നമ്മൾ ഒരു സ്മോൾ ഷണ്ട് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഷണ്ട് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു എക്സ്ട്രാ കറന്റിനുള്ള ഒരു പാത്ത് പ്രൊവൈഡ് ചെയ്യുകയാണ് അല്ലെ? അത് അക്രോസ് ആയിട്ട് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഒരു എക്സ്ട്രാ പാത്ത് പ്രൊവൈഡ് ചെയ്യുകയാണ് ഈ ഒരു ഷണ്ട് റെസിസ്റ്റൻസ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ നമുക്ക് ആ ഒരു അമ്മീറ്ററിന്റെ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതിനൊരു കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഒരു ഇക്വേഷൻ ആണ് IM into RM is equal to SIS is equal to S into I minus IM ആണ്. അതായത് RM എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രുമെന്റ് ഓഫ് ദ റെസിസ്റ്റൻസ് ആണ്, S എന്ന് പറയുന്നത് ഷണ്ട് റെസിസ്റ്റൻസ്, IM എന്ന് പറയുന്നത് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കറന്റ് ആണ് ആ ഒരു ഇൻസ്ട്രുമെന്റിന്റെ. നോർമൽ I എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കറന്റ് എത്രയാണോ അതാണ് മെഷർ ചെയ്യേണ്ടത്. Then നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? S is equal to IM RM by I minus IM. അതായത് ഈ ഒരു ഇക്വേഷൻ ആണ് ഞാൻ റീറൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ I by IM is equal to എന്ത് എഴുതാം? 1 plus RM by S. അപ്പൊ ഇതിന്റെ മൾട്ടിപ്ലൈയിങ് പവർ എന്ന് പറയുന്നത് എന്താണ്? 1 plus RM by S ആണ് അല്ലെ? ഈ RM ന്റെ വാല്യൂ ഷണ്ട് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാക്സിമം കറന്റ് അതിലൂടെ ഫ്ലോ ചെയ്യിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് നമുക്ക്. ഇനി വോൾട്ട്മീറ്റർ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് വരുന്നത്? അത് നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഒരു ഹൈ റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം. വോൾട്ട്മീറ്ററിന് സീരീസ് ആയിട്ട് ഒരു ഹൈ റെസിസ്റ്റൻസ് വാല്യൂ കണക്ട് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വോൾട്ട്മീറ്ററിന്റെ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നോക്കൂ, വോൾട്ടേജ് മൾട്ടിപ്ലിക്കേഷൻ 1 plus R by RM ആണ് നമുക്ക് കിട്ടുന്ന ഒരു കറസ്പോണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് മൾട്ടിമീറ്റർ എന്ന് പറയുന്നത്. മൾട്ടിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ ലാബുകളിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? ഒരുപാട് റീസണബിൾ അക്യുറസി നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. AC DC വോൾട്ടേജ്, കറന്റ്, റെസിസ്റ്റൻസ്, ഇങ്ങനെ പല വെറൈറ്റീസ് ഓഫ് മെഷർമെന്റ്സുകൾ നമുക്ക് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് അതിന് മൾട്ടി എന്നുള്ള ഒരു പേര് തന്നെ നമുക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ മൾട്ടിമീറ്റർ എന്ന് പറഞ്ഞ ഒരു പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ ആണ്. അപ്പൊ ഈ ഒരു മൾട്ടിമീറ്ററിന്റെ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് അതിന്റെ റെസിസ്റ്റൻസ് എത്രത്തോളമാണ് ഒരു പെർ വോൾട്ട്, ആ ഒരു ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷനിൽ വരുന്ന ഒരു പെർ വോൾട്ടിൽ എത്രത്തോളം റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ അതിനെയാണ് അതിന്റെ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ആ ഒരു മൾട്ടിമീറ്ററിന്റെ ഒരു എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അതിന്റെ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു മൾട്ടിമീറ്ററിന്റെ സെൻസിറ്റിവിറ്റി വളരെ ഹൈ ആണെങ്കിൽ നമുക്ക് അതിന് എന്താ അർത്ഥം? അതിനൊരു ഹൈ ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് അനലോഗ് ആൻഡ് ഡിജിറ്റൽ മൾട്ടിമീറ്റർ തമ്മിൽ ഉണ്ടാകുന്ന ഒരു ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അനലോഗ് മൾട്ടിമീറ്റർ എന്താണ്? ആ ഒരു ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസ് ലൈക്ക് റെസിസ്റ്റൻസ്, വോൾട്ടേജ്, കറന്റ് ഇതൊക്കെ മെഷർ ചെയ്യാനാണ് നമുക്ക് അനലോഗ് മൾട്ടിമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഡിജിറ്റൽ മൾട്ടിമീറ്റർ നമുക്ക് സിമിലർലി വോൾട്ടേജ്, കറന്റ്, കപ്പാസിറ്റൻസ്, റെസിസ്റ്റൻസ്, വാല്യൂസ് ഓഫ് ഡയോഡ്സ്, ഇംപിഡൻസ്, അങ്ങനെ പല പാരാമീറ്റേഴ്സ് നമുക്ക് ഈ പറയുന്ന ഡിജിറ്റൽ മൾട്ടിമീറ്ററിൽ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ അനലോഗ് മൾട്ടിമീറ്ററിന്റെ സൈസ് എന്ന് പറയുന്നത് വളരെ ലാർജ് ആണ്, പക്ഷെ ഡിജിറ്റൽ മൾട്ടിമീറ്ററിന്റെ സൈസ് കമ്പാരിറ്റീവ്ലി സ്മോളർ ഇൻ സൈസ് ആണ്. ഈ മീറ്റർ നമുക്ക് റീഡിംഗ് ഒരു സ്കെയിൽ നെക്സ്റ്റ് ടു ദ പോയിന്റിലുള്ള റീഡിംഗ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ഒരു ഫോം ന്യൂമറിക്, ഒരു ഡിജിറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു LCD ഡിസ്പ്ലേ ഉണ്ടാകും അല്ലെ? ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ ആയിട്ടാണ് നമുക്ക് റീഡിങ്സ് കിട്ടുന്നത്. ഇത് കാലിബ്രേറ്റ് ചെയ്യുന്നത് മാനുവലി കാലിബ്രേറ്റ് ചെയ്യണം, പക്ഷെ ഓട്ടോമാറ്റിക്കലി ഈ വാല്യൂ ഡിജിറ്റൽ മൾട്ടിമീറ്റർ കാലിബ്രേറ്റ് ചെയ്തിട്ടുള്ള റിസൾട്ട് ആണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ അനലോഗ് മൾട്ടിമീറ്റർ എന്ന് പറയുന്നത് ലെസ് അക്യുറേറ്റ് ആണ്. കാരണം ആ പാരലക്സ് എറർ വരാം, അല്ലെങ്കിൽ ആ ഒരു റോങ് പോയിന്റർ റീഡിങ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു എറർ ആയിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കും അനലോഗ് മൾട്ടിമീറ്റർ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ ഡിജിറ്റൽ കമ്പാരിറ്റീവ്ലി ഡിജിറ്റൽ എന്ന് പറയുന്നത് വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിന്റെ ഫ്രീക്വൻസി റേഞ്ച് ഏകദേശം ഒരു 2 kHz ആണ്. ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് അനലോഗിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഹൈ ഫ്രീക്വൻസി റേഞ്ച് ആണ് ഡിജിറ്റൽ മൾട്ടിമീറ്ററിന് വരുന്നത്. അതുപോലെ തന്നെ അനലോഗ് മൾട്ടിമീറ്ററിൽ നമുക്ക് കറന്റ് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഗാൽവനോമീറ്ററിന്റെ ഹെൽപ്പോടെയാണ്.
പക്ഷേ ഡിജിറ്റൽ മൾട്ടിമീറ്ററിൽ നമുക്ക് വോൾട്ടേജ് വിത്ത് ADC നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതാണ് അവർ തമ്മിലുള്ള ഒരു ബേസിക് കമ്പാരിസൺ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കുന്നത് LCR മീറ്റർ ആണ്. LCR മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഇൻഡക്ടൻസ്, കപ്പാസിറ്റൻസ്, റെസിസ്റ്റൻസ് ഇത് മൂന്നും മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെഷർമെന്റ് ആണ് LCR മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു മീറ്റർ നമുക്ക് ക്വാളിറ്റി ഫാക്ടർ, ഡിസിപ്പേഷൻ ഫാക്ടർ, വോൾട്ടേജ്, കറന്റ്, കണ്ടക്ടൻസ്, ഫേസ് ആംഗിൾ, സസെപ്റ്റൻസ് അങ്ങനത്തെ പല പാരാമീറ്റേഴ്സുകൾ മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. മെയിൻ ആയിട്ട് LCR എന്ന് പറയുന്നത് എന്താണ്? ഇൻഡക്ടൻസ്, കപ്പാസിറ്റൻസ് ആൻഡ് റെസിസ്റ്റൻസ് ആണ്. ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ അക്യുറസി ഏകദേശം 0.1% വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒരു LCD ഡിസ്പ്ലേ വരുന്നുണ്ട്. ബാറ്ററി നമുക്ക് ഒരു 24 hours നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പവർ കൺസംഷൻ വളരെ ലോ ആണ്. ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ ഫംഗ്ഷൻ ആണ്. ഇതിന്റെ വോൾട്ടേജ് നമ്മൾ യൂസ് ചെയ്യുന്ന ബാറ്ററിയുടെ വോൾട്ടേജ് 9 വോൾട്ട് ആണ് നമുക്ക് കിട്ടുന്നത്. ഓട്ടോ പവർ ഓഫ് വരുന്നുണ്ട്. ഔട്ട്പുട്ട് ഇലക്ട്രിക്കൽ ഇംപിഡൻസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 100 ohms ആണ് നമുക്ക് കിട്ടുന്നത്. ഇതൊക്കെ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് LCR മീറ്റേഴ്സ് ആണ് വരുന്നത്. ഇനി ഇതിന്റെ ഒരു ബേസിക് ക്ലോക്ക് ഡയഗ്രം ആണ് നമുക്ക് വരുന്നത്. നോക്കൂ, ഒരു ഫ്രണ്ട് പാനൽ മീറ്റർ വരുന്നുണ്ട്, ഒരു റെക്ടിഫയർ, ഒരു ഡിറ്റക്ടർ ആംപ്ലിഫയർ, എമിറ്റർ ഫോളോവർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു സെക്കൻഡ് വരുന്നുണ്ട്, അതായത് LCR, നമുക്ക് അൺനോൺ ആയിട്ടുള്ള ഒരു LCR നമ്മൾ ഇവിടെയാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രോസസ്സിംഗും ഇതിന്റെ ഒരു വർക്കിംഗ് ഒക്കെ നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു ഫൈനൽ ആൻസർ നമുക്ക് ഈ ഒരു ഇതിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ LCR മീറ്ററും മൾട്ടിമീറ്ററും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നോക്കാം. ഓക്കെ, അപ്പൊ LCR മീറ്റർ എന്ന് പറയുന്നത് RC റേഷ്യോ ആം സർക്യൂട്ട്സും വീറ്റ്സോൺ ബ്രിഡ്ജും ആണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ മൾട്ടിമീറ്ററിൽ സിമ്പിൾ ആയിട്ട് ഒരു ബാലൻസ്ഡ് ബ്രിഡ്ജ് DC ആംപ്ലിഫയർ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു മീറ്ററിൽ നമുക്ക് എസെൻഷ്യൽ ആയിട്ട് ഒരു 5 ഓൺ ഓഫ് പാർട്ടുകളാണ് വരുന്നത്. എന്തൊക്കെയാണ്? ഒരു ഓൺ ഓഫ് സ്വിച്ച് വരുന്നുണ്ട്, ഒരു ഡിസ്പ്ലേ വരുന്നുണ്ട്, ഫംഗ്ഷൻ സെലക്ടർ വരുന്നുണ്ട്, റേഞ്ച് സെലക്ടർ ആൻഡ് ഇൻപുട്ട് ടെർമിനൽസ് വരുന്നുണ്ട്. ഓക്കെ, മൾട്ടിമീറ്ററിൽ വരുന്നത് ഡിസ്പ്ലേ വരുന്നുണ്ട്, ഡയൽ, ബട്ടൺ പാനൽ ആൻഡ് ഇൻപുട്ട് ജാക്സ് ആണ് വരുന്നത്. ഓക്കെ, നമുക്ക് മൾട്ടിമീറ്റർ നമുക്ക് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളതാണ്, നമ്മൾ അല്ലെ ലാബുകളിലൊക്കെ നമ്മൾ ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ LCR മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ജനറലി ഇതിൽ ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് ടെസ്റ്റ്, ഇൻഡക്ഷൻ, കപ്പാസിറ്റൻസ്, ഡിഫറെന്റ് കോമ്പണൻസ് ഒക്കെ നമുക്ക് ആ ഒരു ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. മൾട്ടിമീറ്ററിൽ നമുക്ക് എന്താണ്? ചെക്ക് ചെയ്യാനാണ് അല്ലെ. ഇപ്പൊ പവർ സപ്ലൈ പ്രൊവൈഡ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള വോൾട്ടേജ് ആണോ, അല്ലെങ്കിൽ ആ ഒരു ഇലക്ട്രിക്കൽ ഫ്യൂസ് ഈസ് ബ്ലോൺ ഓർ നോട്ട്, ഇതൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് മൾട്ടിമീറ്റർ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ മൾട്ടിമീറ്ററിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? LCR എന്ന് പറയുന്നത് മോർ യൂസ്ഫുൾ ആണ്. എന്നാൽ LCR മീറ്ററിനെ കമ്പയർ ചെയ്യുമ്പോൾ യൂസ്ഫുൾ വളരെ കുറവാണെന്നാണ് നമുക്ക് മൾട്ടിമീറ്ററിൽ പറയാനുള്ളത്. LCR മീറ്റർ നമുക്ക് മെയിൻ ആയിട്ട് ഹാൻഡ് ഹെൽഡ് ആൻഡ് ബെഞ്ച് ടോപ്പ് എന്നുള്ള രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. മൾട്ടിമീറ്റേഴ്സ് എങ്ങനെയാണ്? അനലോഗ് ഉണ്ട്, ഡിജിറ്റൽ ഉണ്ട്, ക്ലാം, ഓട്ടോ റേഞ്ചിങ്, ഫ്ലൂക്ക്, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് മൾട്ടിമീറ്റേഴ്സ് അവൈലബിൾ ആണ്. ഇനി യൂസസ് ഓഫ് LCR മീറ്റർ എന്താണ്? ചെക്കിംഗ് ഫോൾട്ട് കപ്പാസിറ്റർ, ഓസിലേറ്റേഴ്സ്, ഇറ്റ് ചെക്സ് വെദർ ദ പവർ സപ്ലൈ ഈസ് ഇൻ ഫേസ് ഓർ നോട്ട്, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് LCR മീറ്ററിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് ഫ്യൂസ് ടെസ്റ്റിംഗ്, ബാറ്ററീസ്, വോൾട്ടേജ് ചെക്കിംഗ്, ലൊക്കേറ്റിംഗ് ഫോൾട്ടി സ്വിച്ച്, ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മൾട്ടിമീറ്റർ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കുന്നത് CRO ആണ്, കാഥോഡ് റേ ഓസിലോസ്കോപ്പ് അല്ലെ. ഇതൊക്കെ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക് ആണ്. CRO എന്ന് പറഞ്ഞാൽ എന്താണ്? കാഥോഡ് റേ ഓസിലോസ്കോപ്പ് ആണ്. ഇതൊരു ഇലക്ട്രോണിക് ടെസ്റ്റ് എക്യുപ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. നമുക്ക് ഒരു വേവ് ഫോം ഒബ്റ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. നമ്മൾ ഡിഫറെന്റ് ഇൻപുട്ട് സിഗ്നലുകൾ നമുക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വേവ് ഫോം നമുക്ക് ആ ഒരു സ്ക്രീനിൽ ഒബ്റ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഒരു ഇതിന് നമ്മൾ പണ്ട് കാലത്ത് ഈ ഒരു CROനെ വിളിച്ചിരുന്നത് ഓസിലോഗ്രാഫ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഇപ്പൊ നമുക്ക് ഇൻപുട്ട് പ്രോബുകളാണ് ഇവിടെ വരുന്നത് അല്ലെ. നമുക്കിവിടെ 2 ഇൻപുട്ടുകൾ കൊടുക്കാം. നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടും. ഈ ഒരു വേവ് ഫോമിൽ നിന്ന് നമുക്ക് അതിന്റെ വാല്യൂസ് മെഷർ ചെയ്യാനായിട്ട് പറ്റും അല്ലെ. ആംപ്ലിറ്റ്യൂഡ് എന്താണ്, ടൈം സെക്കൻഡ്സ് എന്താണ്, നമുക്ക് മെഷർ ചെയ്ത് നമുക്ക് അതിന്റെ എത്രയാണ് വോൾട്ടേജ് അല്ലെങ്കിൽ എത്രയാണ് ഫ്രീക്വൻസി നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. മേജർ ആയിട്ട് നമുക്ക് 3 കോമ്പണന്റുകളാണ് വരുന്നത്. ഇലക്ട്രോൺ ഗൺ വരുന്നുണ്ട്, ദ ഡിഫ്ലക്ഷൻ സിസ്റ്റം വരുന്നുണ്ട്, ആൻഡ് ദ ഫ്ലൂറസെന്റ് സ്ക്രീൻ. ഇത് 3 മേജർ പാർട്ട് ഓഫ് ദി CRO എന്ന് പറയുന്നത്. ഇനി ഇത് നോക്കൂ, ഓസിലോസ്കോപ്പിന്റെ പാർട്ടുകൾ ഇത്രയാണ്. നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം നമുക്കതൊരു ലെങ്തി വീഡിയോ ആണ്. നമ്മളിതൊരു റിവിഷൻ ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുന്നുണ്ട്, ഒരു വെർട്ടിക്കൽ ആംപ്ലിഫയർ വരുന്നുണ്ട്, അവിടെ നമുക്ക് ഒരു ട്രിഗർ സർക്യൂട്ട് എന്നുള്ള ഒരു ഔട്ട്പുട്ടും വരുന്നുണ്ട്, ഒരു ഡിലേ ലൈൻ വരുന്നുണ്ട്. ഇതാണ് നമുക്ക് ആ ഒരു ഔട്ട്പുട്ട് കാണിക്കുന്ന ആ ഒരു CRT, കാഥോഡ് റേ ഓസിലോ, അതായത് ഫോസ്ഫറസ് സ്ക്രീൻ എന്ന് പറയുന്നത്. ഇവിടെയാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും? ആംപ്ലിറ്റ്യൂഡ് മെഷർ ചെയ്യാം, ടൈം പീരീഡ് മെഷർ ചെയ്യാം, ഫ്രീക്വൻസി മെഷർ ചെയ്യാം അല്ലെ. ഇതൊക്കെ മെഷർ ചെയ്ത് നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ടേജ് എത്രയാണ്, വാല്യൂ, കറന്റിന്റെ വാല്യൂ എത്രയാണെന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് CRO എന്ന് പറയുന്നത്. അടുത്തതാണ്
എന്താണ് DSO, ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പ് അല്ലെ? ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പ് അല്ലെങ്കിൽ ഡിജിറ്റൽ സാമ്പിളിംഗ് ഓസിലോസ്കോപ്സ് എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ഈ ഒരു DSO എന്ന് പറയുന്നത് എന്താണ്? സ്റ്റോർഡ് ഇൻ ഡിജിറ്റൽ ഫോം ആണ്, അനലോഗ് ഫോം അല്ല, ഒരു ഡിജിറ്റൽ ഫോമിലാണ് ഇതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു അനലോഗ് സിഗ്നൽസിനെ ഡിജിറ്റൽ അല്ലെങ്കിൽ ബൈനറി ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു ADC യൂസ് ചെയ്തിട്ടാണ്, അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ ടെക്നിക് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു സിഗ്നൽ കൺവേർട്ടഡ് ആയിട്ടുള്ള സിഗ്നലിനെ അതിലൊരു സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ടാകും. DSOയിൽ, ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പിൽ ഒരു സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ട്, അവിടെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ആവശ്യം ഇപ്പൊ ഈ ഒരു സ്റ്റോർ ചെയ്തിരിക്കുന്ന സിഗ്നൽ എപ്പോഴെങ്കിലും നമുക്ക് ആവശ്യം വരികയാണെങ്കിൽ ആ ഒരു CRT ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സിഗ്നലിനെ വീണ്ടും ഒന്ന് റീകൺസ്ട്രക്ട് ചെയ്ത് അനലോഗ് ഫോമിലേക്ക് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ആ ഒരു DAC എന്ന് പറയുന്ന ഡിജിറ്റൽ ടു അനലോഗ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് നമുക്ക് CRT സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും. ഇതാണ് DSOയുടെ ഒരു ബേസിക് വർക്കിംഗ് എന്ന് പറയുന്നത്. ഇതാണ് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ആ ഒരു ബ്ലോക്ക് ഡയഗ്രാം അല്ലെ? നമ്മളിത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഇതിന്റെ വർക്കിംഗ് എന്താണ്, ഓരോ പാർട്ടും എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതാണ് നമുക്ക് ആദ്യം വരുന്ന ആ ഒരു കൺവേർഷൻ, അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു മെമ്മറി എലമെന്റിൽ ഇത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. എപ്പോഴെങ്കിലും നമുക്ക് ഈ പറയുന്ന മെമ്മറി എലമെന്റിൽ ഏതെങ്കിലും ഈ ആവശ്യം നമുക്ക് വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അതിനെ കൺവേർട്ട് ചെയ്യണം അല്ലെ? ഡിജിറ്റൽ ടു അനലോഗ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഡിസ്പ്ലേ യൂണിറ്റിലേക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അനലോഗ് ഓസിലോസ്കോപ്പും ഡിജിറ്റൽ ഓസിലോസ്കോപ്പും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നോക്കാം അല്ലെ? ഇത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് റീഡ് ചെയ്യാനായിട്ട് സാധിക്കും. അനലോഗ് വോൾട്ടേജ് ആൻഡ് റീഡ് ചെയ്ത് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. ഡിജിറ്റലിൽ എങ്ങനെയാണ്? അനലോഗിനെ റീഡ് ചെയ്ത് അതിനെ ഡിജിറ്റൽ ടു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് എഗെയിൻ നമ്മൾ അതിനെ വീണ്ടും കൺവേർട്ട് ചെയ്തിട്ടാണ് സ്ക്രീനിൽ ഡിസ്പ്ലേ ആവുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ നമുക്കൊരു ADCയോ മൈക്രോ പ്രോസസ്സോ അക്വിസിഷൻ മെമ്മറിയുടെ ഒന്നും ആവശ്യം വരുന്നില്ല അനലോഗില്. പക്ഷെ ഇവിടെ നമുക്ക് ഇതൊക്കെ ആവശ്യം വരുന്നുണ്ട് അല്ലെ? ആദ്യം അനലോഗിനെ ഡിജിറ്റൽ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ADC വേണം, തിരിച്ച് കൺവേർട്ട് ചെയ്യാൻ DAC വേണം, ദെൻ മൈക്രോ പ്രോസസ്സർ മെമ്മറി യൂണിറ്റ് ഒക്കെ നമുക്ക് ആവശ്യം വരുന്നുണ്ട് ഡിജിറ്റൽ ഓസിലോസ്കോപ്പിൽ. പിന്നെ ഇവിടെ നമുക്ക് എന്താണ്? അനലൈസ് ദ സിഗ്നൽസ് ഇൻ റിയൽ ടൈം അല്ലെ? ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് മെമ്മറി ഒന്നും ഇല്ലാത്തത് കൊണ്ട് റിയൽ ടൈം അനലൈസിങ് മാത്രമേ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് റിയൽ ടൈം അനലൈസിംഗും പറ്റും, അതായത് പ്രീവിയസ് ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന വാല്യൂസ് അനലൈസ് ചെയ്യാനും എല്ലാം തന്നെ നമുക്ക് DSOയിൽ പോസിബിൾ ആണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഹൈ ഫ്രീക്വൻസി ഷാർപ്പ് റൈസ് ടൈം ട്രാൻസ്മിഷൻസ് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇവിടെ നമുക്ക് ഈ പറയുന്ന DSOയിൽ, ഡിജിറ്റൽ ഓസിലോസ്കോപ്പിൽ ഇതെല്ലാം തന്നെ പോസിബിൾ ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് ഈ ഒരു അനലോഗ് ഓസിലോസ്കോപ്പും ഡിജിറ്റൽ ഓസിലോസ്കോപ്പും തമ്മിൽ വരുന്ന ഒരു മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂൾ 3 ആ ഒരു മെഷർമെന്റ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൊഡ്യൂളിൽ നമ്മൾ ടോട്ടൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഏകദേശം നമ്മൾ ടെസ്റ്റുകൾ ഒരു 5-6 ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കമ്പൈൻഡ് ടെസ്റ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ കുറെ MCQs നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാ ക്വസ്റ്റ്യൻസും വായിച്ചു നോക്കുക, തിയറി എല്ലാം ഒന്നും കൂടി വായിച്ച് മനസ്സിലാക്കി നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.